ഒരു പുസ്തക പ്രകാശത്തിൻ്റെ ചടങ്ങിലാണ്. എങ്ങനെയൊരു നല്ല രക്ഷിതാവാകാം ഇങ്ങനെ ആർട്ട് ഓഫ് പാരൻറ്റിങ്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മുടെ ഗുരുനാഥൻ ഈ വാട്സപ്പിലൂടെയും ഓൺലൈനായിട്ടൊക്കെ ഇതിനെ പറ്റിയിട്ട് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഞാനും അതിൽ ഒരു മാസത്തെ കോഴ്സിന് ചേർന്നിരുന്നു. പക്ഷേ അത് കംപ്ലീറ്റ് പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ ഞാൻ ആ സമയങ്ങൾ അത് നോക്കി പഠിച്ചിട്ടുണ്ട്, ഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ ഗർഭധാരണം മുതൽ പ്രസവിച്ച് കഴിഞ്ഞ് ആ കുട്ടി വളർന്ന് വലുതാവുന്നത് വരെയുള്ള രക്ഷിതാവിൻ്റെ കടമ, എങ്ങനെ കുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം, ആ കുട്ടിക്ക് നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കണം, നല്ല സ്വഭാവ രീതി വളർന്ന് വരണം, അതിന് രക്ഷിതാവിൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെ കുട്ടിക്ക് കിട്ടണം എന്ന രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളടക്കം. അപ്പോൾ നമുക്കറിയാം, കുട്ടികൾ നമ്മുടെ ഓരോ മാതാപിതാക്കളുടെയും കണ്ണുണ്ണിയാണ് കുട്ടികൾ. അപ്പോൾ ആ കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരാനുള്ളത് ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. കാരണം നമ്മളാ കുട്ടീനെ എങ്ങനെയാണ് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടിരുന്നത്, ആ കുട്ടിക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അതിനനുസരിച്ചാവും കുട്ടികൾ ചെറുപ്പം മുതലേ വളർന്നു വരിക. വലുതാവുമ്പോഴും അതിനനുസരിച്ചാണ് അവരുടെ സ്വഭാവങ്ങൾ ആ രീതിയിലാവും നമുക്ക് കാണാൻ കഴിയുക. ഒരു നല്ല പാരൻറ്റിങ് നമ്മളെ കുട്ടിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ വിചാരിച്ച മാതിരിയാവില്ല വളർച്ച, നമ്മളുടെ പ്രതീക്ഷയ്ക്കെല്ലാം വിപരീതമായിരിക്കും. നമുക്കറിയാം, പുസ്തകം കൂടുതൽ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിൻ്റെ ഉള്ളടക്കം ഒന്ന് കണ്ണോടിച്ചപ്പോൾ നല്ലൊരു പുസ്തകമായിട്ടാണ് എനിക്കത് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളും ഇത്തരം പുസ്തകങ്ങൾ വായിച്ചിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ, നമ്മളൊരാൾ വായിച്ചു കഴിഞ്ഞാൽ അത് വായിച്ച് ഒരു ഭാഗത്ത് വെക്കും, ആരോടും പറയില്ല. ചിലപ്പോൾ പറഞ്ഞാൽ തന്നെ അവർ ചിലപ്പോൾ ഒന്ന് മറിച്ച് നോക്കി അവിടെ വെക്കും. നേരെ മറിച്ച് നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞ് ഈ പുസ്തകത്തിൽ ഇന്ന മാതിരിയാണ് ഇതിൻ്റെ ഉള്ളടക്കം അവർ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കത് വായിക്കാൻ താല്പര്യപ്പെടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതെല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ കടമ. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഒരു സ്വർഗമായി തീരുന്നതാണ് എൻ്റെ അഭിപ്രായം. ഈ പുസ്തക ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.